പോക്കിമോനെ ഒരുപാട് പേർക്ക് ഇഷ്ടമെന്ന് പറയുമ്പം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന പോലെ ഒത്തിരി പേര് സ്നേഹിക്കുന്ന കാണുമ്പം അത് നമ്മൾക്ക് ഭയങ്കര ഭാഗ്യം തന്നെയാണ്. അപ്പോൾ പോക്കിമോൻ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ. 35 വയസ്സുള്ള സമയത്താണ് നമുക്ക് പോക്കിമോനെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പോക്കിമോനെ നമുക്ക് കിട്ടിയ തെങ്കാശിയിൽ നിന്നാണ്. അപ്പം ഇവിടെ വന്ന് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊരു സർപ്രൈസായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കിതിന് മുന്നേ 2 ഡോഗ്സ് ഉണ്ടായിരുന്നു, ഒരു ജർമ്മൻ ഷെപ്പേർഡും ഡോബർമാനൊക്കെ. അതൊക്കെ നമ്മൾ വിട്ടു പോകുന്ന സമയത്ത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടമാണ്. അത് വളർത്തിയവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സത്യമാണത്. വളർത്താത്ത ആൾക്കാർക്കൊക്കെ അത് എപ്പോഴും ഒരു തമാശ മാത്രമാണ്. അത് നമ്മൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളെ വീട്ടിൽ ഒരു മൃഗമായിട്ടല്ല ഇവർ നമ്മളെ കൂടെ ഉണ്ടാവുന്നത്. നമ്മളെ കൂട്ടത്തിലുള്ള അതിന് തുല്യമായിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ കണക്കാക്കുക എപ്പോഴും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഇപ്പം നമ്മളെ മക്കൾക്കോ നമ്മളെ അച്ഛനമ്മമാർക്കോ ആർക്കെങ്കിലും വയ്യാണ്ടായ എത്രമാത്രം നമുക്ക് സങ്കടം ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് ഇവർക്കും വയ്യാണ്ടായാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും എന്തൊക്കെ ഒച്ചിട്ട് കഴിഞ്ഞാലും അപ്പം തന്നെ അവർ നമ്മളെ വയ്യ വാലാട്ടി വരുന്ന ആൾക്കാരാണ്. ഈവൻ മനുഷ്യന്മാർ പോലും അങ്ങനെ വരാറില്ല. അവർ മനസ്സിൽ വെച്ചിട്ട് കുറേ നേരം ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കും. പക്ഷെ ഇവരങ്ങനെയല്ല. അത് വളർത്തിയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ചില ആൾക്കാരൊക്കെ നെഗറ്റീവ് കമൻസ് ഇടാറുണ്ട്. പൂക്കിനെ കുറിച്ചിട്ടൊക്കെ ഇടുന്ന സമയത്ത് ഞാനതിന് റിപ്ലൈ കൊടുക്കാറില്ല. കാരണം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വളർത്തിയവർക്ക് മാത്രമല്ലേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറില്ല. ഇപ്പം വീട്ടിൽ വന്നപ്പം ആദ്യം ഒരു സർപ്രൈസ് ആയിരുന്നു അവർക്ക്. ആകെ ഷോക്കായിപ്പോയി പെട്ടെന്ന് ഒരാൾ വീട്ടിലേക്ക് വന്ന സമയത്ത്. അതിന് മുന്നേ നമ്മൾ 14 കൊല്ലമൊക്കെ നമ്മളെ കൂടെയുള്ള ഒരു ഡോഗ് നമ്മളെ വിട്ടു പോയ സമയത്ത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ തീരുമാനിച്ചതാണ് ഇനി അങ്ങനത്തെ ഒരാൾ ഇനി വേണ്ട. കാരണം അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് ഞാനും ഹസ്ബൻഡും കൂടെ തീരുമാനിച്ചിട്ടാണ് പെട്ടെന്ന് പൂക്കീനെ കൊണ്ടുവന്നപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഷോക്കായിപ്പോയി പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്ന സമയത്തൊക്കെ. പിന്നെ അപ്പം തന്നെ അതിനെടുക്കലും കൊഞ്ചിക്കലും. കാരണം നമ്മളെ മുന്നേ ഉണ്ടായിരുന്ന ഡോഗ്സ് ഒന്നും 35 ഡേയ്സിലൊന്നും വന്നതല്ല. ഒരു 6 മാസം ഒക്കെ ഉള്ള സമയത്ത്, 4 മാസമൊക്കെ ഉള്ള സമയത്ത്, മീൻസ് 8 മാസമൊക്കെ ഉള്ള സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കുട്ടിയായിട്ട് വരുന്ന സമയത്ത് മാത്രമല്ല പൂക്കീനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. നല്ല കണ്ണൊക്കെ എഴുതിയ പോലത്തെ കണ്ണാണ്. വരുമ്പം തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ എല്ലാവരും എടുക്കലും ഉമ്മ വെക്കലും തലോടലൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മളെ വീട്ടിലുണ്ട്, നമ്മൾ അങ്ങനെ കെയർ ചെയ്യണം. എളുപ്പമുള്ള കാര്യമല്ല. ആനിമൽസിൻ്റെയൊക്കെ കെയർ ചെയ്യുക എന്ന് പറഞ്ഞാലും ടൈമിന് ഫുഡ് കൊടുക്കണം, അതിനെന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഈ പെറ്റ്സിനൊക്കെ. നമുക്കിതിന് മുന്നേ 2 ഡോഗ്സ് ഉണ്ടായിരുന്നു, കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാത്തിനും കുറേയൊക്കെ നോക്കിയതാണ്. ഇങ്ങനെ വന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നോക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇവർ വന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവരെ എടുക്കലും പിടിക്കലും കാര്യങ്ങളൊക്കെയാണ്. അത്രയും ക്യൂട്ടുമാണല്ലോ, ആർക്കും ദേഷ്യപ്പെടാനും തോന്നില്ല. ആളിപ്പം കുറച്ച് വലുതായിട്ടുണ്ട്, അത്യാവശ്യം നല്ല വാശിയുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, ഈശ്വര ഡോഗിന് ഇത്രയും വാശിയും ദേഷ്യമൊക്കെ ഉണ്ടോ എന്നുള്ളത്. പറയുമ്പോൾ അത്രയും ഒരു 35 ഡേയ്സിലേ നമ്മളെ കയ്യിൽ കിട്ടിയത്. ഒരു 45 ഡേയ്സൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളെന്തെങ്കിലും ബാക്കി കഴിഞ്ഞാൽ ഭയങ്കര വാശിയൊന്നും വിട്ടുതരില്ല, ദേഷ്യം പിടിച്ച് ഒച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അത്ഭുതമായി. നായ എങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ. പിന്നെ കുഴപ്പമില്ല, എപ്പോഴും കടിക്കലാണ്. ഇപ്പോൾ കടി കുറച്ച് കുറഞ്ഞ് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴേ നമ്മൾ ചെറുതായിട്ടൊക്കെ ഓരോന്ന് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലൊക്കെ സിറ്റും സ്റ്റാൻഡും സ്റ്റേയൊക്കെ ചെയ്യുന്നുണ്ട്. നോർമലി ഞാനൊക്കെ വിളിച്ച് നോക്കിയ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 3 മന്ത് കഴിയണം എന്നുള്ളതാണ്. പക്ഷേ 2 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ പൂക്കിമോ ഉഷാറായിരുന്നു കേട്ടോ. അത്യാവശ്യം എല്ലാം പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. ഇനി മെല്ലെ മെല്ലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഓരോ ട്രെയിൻ ചെയ്യിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻസ് പറയാനുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.